ഹായ്, എല്ലാവർക്കും പരിസര പഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാമത്തെ അധ്യായമായിട്ടുള്ള വീടും കൂടുമാണ് എടുക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ പരിസര പഠനത്തിലെ അവസാനത്തെ അധ്യായം കൂടിയാണ്. എന്താണ് വീടും കൂടും? വീടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിനെയാണല്ലേ നമ്മൾ വീട് എന്ന് പറയുന്നത്. അതുപോലെ കൂട് എന്ന് പറഞ്ഞാലോ നമ്മുടെ ചുറ്റുപാടുള്ള പക്ഷികളും അതുപോലെ ചില മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിനെ, അവരുടെ വാസസ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള വീടുകളുണ്ട്, അതുപോലെ പലതരത്തിലുള്ള കൂടുകളുണ്ട്. ഓരോ പക്ഷികൾക്കും ഓരോ തരത്തിലുള്ള കൂടുകളൊക്കെയാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്താണ് പേജ് ഫസ്റ്റിൽ കാണുന്നത് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. ആറ്റക്കുരുവി ഇണകൾക്ക് ഒരു മോഹം. മഴക്കാലം തുടങ്ങും മുമ്പേ കൂടുണ്ടാക്കണം. ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി. നെൽച്ചെടിയിൽ നിന്നും കൊത്തിയടർത്തിയ നാരുകളും തെങ്ങോല നാരുകളും ചേർത്ത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായ കൂടൊരുങ്ങി. പെൺകുരുവി അതിൽ മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ പുറത്തു വരുന്നതും കാത്തിരുന്നു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമായി. കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ആറ്റക്കുരുവിയെക്കുറിച്ചാണല്ലേ. നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ കണ്ടിട്ടുണ്ട്? എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ? അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ചിത്രങ്ങൾ നോക്കൂ. താഴെ ചിത്രത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് പക്ഷികളും അവയുടെ കൂടുകളും തന്നിട്ടുണ്ട്. നമുക്കവ നോക്കാം. മരംകൊത്തിയിലെ മരത്തിൻ്റെ പൊത്തുകളിലാണ് മരംകൊത്തി. അതുപോലെ തത്ത തെങ്ങിൻ്റെ പൊത്തിലാണ്. പിന്നെ മരച്ചില്ലകളിൽ കൂട് വയ്ക്കുന്നവരുണ്ട് അല്ലേ, ഒരുപാട് കിളികളുണ്ട്. പിന്നെയോ അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കൂടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ജീവിക്കുന്ന കിളികളുണ്ടല്ലേ. മരത്തിൻ്റെ പൊത്തുകളിലും ഒരുപാട് കിളികൾ താമസിക്കുന്നുണ്ട്. തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത്? ഇവിടെ ചിത്രത്തിൽ കാണുന്ന ഈ കിളിയുടെ പേരാണെന്ത്? തിത്തിരി പക്ഷി, അഥവാ ചെങ്കണ്ണി തിത്തിരി എന്നൊക്കെ പറയട്ടോ. അതിൻ്റെ കണ്ണ് കണ്ടില്ലേ, ചുവന്ന കളറിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെങ്കണ്ണി തിത്തിരി എന്നൊക്കെ പറയുന്നത്. ഇത് എവിടെയാണ് മുട്ടയിടുന്നത്? ഇത് വയലിലെ ഉഴുതുമറിച്ച മൺകട്ടകൾക്കിടയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? മുട്ടയിടുന്നത്. പിന്നെയോ പാടവും പറമ്പും തുറസായ പ്രദേശങ്ങളും, അതായത് പാടത്തും പറമ്പിലൊക്കെ ഒരു ജലസാന്നിധ്യം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പ്രദേശങ്ങളിലാണ് എന്ത് തിത്തിരി പക്ഷി താമസിക്കുക അല്ലേ. തുറസായ പ്രദേശങ്ങളിലാണ് എന്ത് ചെയ്യുക? തിത്തിരി പക്ഷി താമസിക്കുക. എന്നിട്ട് പാടത്തെ മൺകട്ടകൾക്കിടയിലാണ് തിത്തിരി പക്ഷി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. മണ്ണിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ട്. പക്ഷികൾ എവിടേക്കാണ് കൂടുണ്ടാക്കുന്നത്? മണ്ണിൽ, പിന്നെയോ മരപ്പൊത്തുകളിൽ, കുറ്റിച്ചെടികളിൽ, മരങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷികൾ കൂട് വയ്ക്കുന്നുണ്ട് അല്ലേ. എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്? പക്ഷിയുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പക്ഷികൾ കൂടുണ്ടാക്കിയിട്ട് മുട്ടയിട്ട് അതിൽ കുഞ്ഞുങ്ങളെ വളർത്തിയിട്ട് ഒരു പാകമാവുമ്പോൾ എന്ത് ചെയ്യും? അവർ പറന്ന് പോകുന്നവരെ അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കൂടുണ്ടാക്കുന്നത്. പിന്നെയോ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാനില്ലേ. അവരെ മറ്റ് ജന്തുക്കളൊക്കെ അവരെ ആക്രമിക്കില്ലേ, അവർ മുട്ടയിടുന്ന മുട്ടയ്ക്ക് കുത്തി കുടിക്കുക, അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി അവർ കൂടുകൾ ഉണ്ടാക്കും. എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലേ, ചില പക്ഷികളെ കൂടുണ്ടാക്കുന്നുള്ളൂ. നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കൂ. എവിടെയാണ് അവ കൂടുണ്ടാക്കുന്നത്? മരത്തിൽ കൂടുണ്ടാക്കുന്നവയും അല്ലാത്തവയും കണ്ടെത്തൂ. ഉണ്ടാക്കിയ കൂടുകളിൽ പക്ഷികൾ സ്ഥിരമായി താമസിക്കാറുണ്ടോ? ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂടുകളിൽ മുട്ടയിടുന്നു. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്. ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. നമ്മൾ ഒരു കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലേ പണ്ട്. കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നത്. അപ്പോൾ കാക്ക തൻ്റെ മുട്ടയാണെന്ന് വിചാരിച്ച് അതിനടയിരുന്ന് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു കുയിൽ കുഞ്ഞായിരുന്നു അല്ലേ. അപ്പോഴാണ് കാക്ക കുയിൽ തൻ്റെ കൂട്ടിൽ വന്ന് മുട്ടയിട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷികളെ പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികളുണ്ടോ? അന്വേഷിച്ചറിയൂ.
പക്ഷികളെ പോലെ എന്താണ് കുഞ്ഞുങ്ങളുണ്ടാക്കാൻ വളർത്താനും വേണ്ടി മാത്രം കൂടുണ്ടാക്കുന്ന മറ്റ് ജീവികൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആരാണ്? കീരിയുണ്ട്, അതുപോലെ മുയൽ, മൂങ്ങ, ഒരു വിധത്തിൽപ്പെട്ട പന്നികൾ. ഇവരൊക്കെ എന്താ വെച്ചാൽ മറ്റുള്ളവർ ഉണ്ടാക്കുന്ന മണ്ണിൽ മാളങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അല്ലേ. മറ്റ് ജന്തുക്കൾ മാളങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ കയറി ജീവിക്കുന്ന ജന്തുക്കളാണ് കേട്ടോ. കൂടുണ്ടാക്കി കൂട്ടമായി താമസിക്കുന്ന ജീവികളുമുണ്ട്. ചിത്രം നോക്കൂ. ഇവിടെ ചിത്രം തന്നിട്ടുണ്ടല്ലേ. എന്താണിത്? അതൊരു ഉറുമ്പിൻ്റെ കൂടാണല്ലേ. ഒരിനം ഉറുമ്പിൻ്റെ കൂടാണിത്. ഉറുമ്പുകൾ പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൽ മാത്രമല്ല, ഇലകൾ ഒട്ടിച്ചേർത്തും തടികൾ തുളച്ചും ഇവ കൂടുണ്ടാക്കും. ചില ഉറുമ്പിൻ കൂടുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ കുറച്ച് ഉറുമ്പിൻ്റെ കൂടുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഇല ഒട്ടിച്ചും അതുപോലെ തടികളിൽ തുളച്ചിട്ടും മണ്ണിലൊക്കെ ആയിട്ടാണല്ലേ ഇവർ കൂടുണ്ടാക്കുന്നത്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ മുറ്റത്തും മരത്തും മണ്ണിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ജീവികളൊക്കെ കൂട് വയ്ക്കുന്നുണ്ടാവും. അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ? കണ്ടെത്തി എഴുതും. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. എന്താണ് അത് നോക്കിയിട്ട് ഈ പട്ടിക പൂർത്തിയാക്കാനാണ്. ജീവികളുടെ പേരും അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും കണ്ടെത്തിയിട്ട് ഈ പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ജീവികൾ, കൂടുണ്ടാക്കുന്ന വസ്തുക്കളല്ലേ, ചിതലല്ലേ. ചിതൽ എന്താണ്? മണ്ണ് കൊണ്ടാണ് അല്ലേ വീടുണ്ടാക്കുന്നത്. അതുപോലെ കടന്നൽ, പൾപ്പ്, ഉമിനീര്, മണ്ണ്. ഇനി അടുത്തത് എന്താണ്? തൂക്കണം കുരുവി അല്ലേ. തൂക്കണം കുരുവി എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്? ചകിരിനാര് അതുപോലെ പുൽക്കൊടികളൊക്കെ വെച്ചിട്ടാണ് തൂക്കണം കുരുവി കൂട് വയ്ക്കുന്നത്. അടുത്തത് കാക്ക. കാക്കയോ? ചുള്ളിക്കമ്പുകൾ അതുപോലെ ചെറിയ ചെറിയ കമ്പിയുടെ കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാക്ക അങ്ങനത്തെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി അണ്ണാൻ എന്തുകൊണ്ടൊക്കെയാണ്? ഇലകൾ അതുപോലെ ചില്ലകൾ, ചകിരി നാരുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അണ്ണാൻ കൂട് വയ്ക്കുന്നത്. തുന്നാരൻ കുരുവി, അതും ഒരുപാട് എന്താ പറയുക വിഭാഗത്തിൽപ്പെട്ട കുരുവികളുണ്ട്. അതിൽ ഒരു കുരുവിയാണ് തുന്നാരൻ കുരുവി. തുന്നാരൻ കുരുവി എന്തുപയോഗിച്ചിട്ടാണ് കൂട് വയ്ക്കുന്നത്? ഇലകൾ അതുപോലെ നാരുകൾ. ഇലകൾ, ഈ നാരുകൾ വെച്ച് തുന്നി ചേർത്തിട്ടാണ് തുന്നാരൻ കുരുവി കൂടൊരുക്കുന്നത്. അടുത്തത് എന്താണ്? ജീവിയും കൂടും വരച്ച് യോജിപ്പിക്കൂ. ഇവിടെ കുറച്ച് ജീവികളുടെ പേരുകളും അതുപോലെ അവയുടെ കൂടുകളും തന്നിട്ടുണ്ട്. അവ യോജിച്ചതിനായിട്ട് വരച്ച് ചേർക്കാനാണ് പറയുന്നത്. നോക്കൂ, ഇതിൽ കാക്കയുടെ കൂടെ ഏതാണ്? ഇവിടെ കാക്ക ഏതാക്കണില്ലേ? ലാസ്റ്റിലെ അവസാനമുള്ളതാണ് കാക്കയുടെ കൂട്. ഇനി ഉറുമ്പ് നമ്മൾ മണ്ണിലാണ് കൂട് ഒരുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഉറുമ്പിൻ്റെ കൂടെ ഏതാണ്? ഇതാണ്. ഇനിയോ തേനീച്ച അത് ആദ്യത്തേതാണ് തേനീച്ചയുടെ കൂട്. പിന്നെ വേട്ടാളൻ എന്ന് പറയുന്ന ജീവിയുടെ കൂടാണ് ഇതാക്കണത്. മണ്ണ് വെച്ചിട്ടാണല്ലേ, മണ്ണും പൾപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു കൂടാണ് ആരുടേത്? വേട്ടാളൻ്റേത്. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ വീടുകൾ. എന്തിനാണ് നമ്മൾ വീടുണ്ടാക്കുന്നത്? എന്തിനാണ്? സുരക്ഷിതമായി താമസിക്കാൻ, മഴയും വെയിലും കൊള്ളാതിരിക്കാൻ, പിന്നെയോ സ്വകാര്യത അല്ലേ. സ്വകാര്യത എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ സ്വന്തം വീടാവുമ്പോൾ എന്താണ്, നമുക്ക് കിടന്നുറങ്ങാം, അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ. കുളിക്കാം, വായിക്കാം, എഴുതാം, അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റൂലേ. പിന്നെയോ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും രക്ഷ നേടാൻ. നമുക്ക് പലതരം കാലാവസ്ഥകളുണ്ടല്ലേ. മഴയും വെയിലും കൂടാതെ എന്താണ്, മഞ്ഞ്, കാറ്റ്, അങ്ങനെ ഒരുപാട് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നുണ്ട്. അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ എന്താണ്, അതിനാണ് നമ്മൾ വീടുകൾ വെച്ച് താമസിക്കുന്നത് അല്ലേ. നമ്മുടെ വീടുകൾ ഏതെല്ലാം തരത്തിലാണ് ഉള്ളത്? ഇവിടെ കുറച്ച് വീടുകൾ തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലതരം വീടുകളുടെ ചിത്രങ്ങൾ നോക്കൂ. ഓരോ വീടും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ ഏതെല്ലാമാണ്? ചിത്രങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 6 വീടുകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. അത് നോക്കിയിട്ട് എന്ത് ചെയ്യാം? അവ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, എന്താണ്? പട്ടിക പൂർത്തിയാക്കാനാണ്. ഇവിടെ താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഒന്നാമത്തെ വീടിൻ്റെ ഭിത്തി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മൺകട്ട ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അതിൻ്റെ മേൽക്കൂരയോ വൈക്കോൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ വീടോ?
എന്താണ് ചെളിയിലെ ചെളി ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത്, ചെളിമണ്ണ് ഉപയോഗിച്ചിട്ട്. അതുപോലെ അതിൻ്റെ മേൽക്കൂര എന്താണ്, ഓല കൊണ്ട് മേഞ്ഞതാണ് അല്ലേ. ഇനി മൂന്നാമത്തെ ചിത്രം എന്താണ്, അതിൻ്റെ ചുമര് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, ഭിത്തി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്, അത് ഇഷ്ടികയാണല്ലേ. അതിൻ്റെ മേൽക്കൂര എന്താണ്, കോൺക്രീറ്റ് ആണ്. ഇനി നാലാമത്തേതോ, വെട്ടുകല്ലുകൊണ്ടാണല്ലേ അതിൻ്റെ ചുമര് ഉണ്ടാക്കിയിരിക്കുന്നത്, ഭിത്തി. അതുപോലെ അതിൻ്റെ മേൽക്കൂര എന്താണ്, ഓടാണ് അല്ലേ. ഇനി അഞ്ചാമത്തെ ചിത്രം എന്താണ്, മരം കൊണ്ടാണല്ലേ അതിൻ്റെ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. മുകളിൽ എന്താണ്, ഷീറ്റാണല്ലേ, ആസ്പെറ്റോസിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആറാമത്തെ ചിത്രത്തിലുള്ള വീടോ, കല്ലുകൾ, ഉരുളൻ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിച്ച ഭിത്തിയാണുള്ളത്. അതിന് മേൽക്കൂരയും ഒരു ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പട്ടികയിൽ നിന്ന് കണ്ടെത്തലുകൾ രേഖപ്പെടുത്തൂ. നമ്മൾ ഈ പട്ടിക അവലോകനം ചെയ്തിട്ട് എന്താണ് മനസ്സിലായത് നമുക്ക്, എല്ലാ വീടുകളും ഒരുപോലെയല്ല അല്ലേ, പലതരം വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ വീടുകൾ നിർമ്മിക്കുന്നത്. വീട് നിർമ്മിക്കാൻ വിവിധ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് എന്തിനായിരിക്കും, കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് പലതരം വസ്തുക്കൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നാടുകളിൽ, ഓരോ നാടുകളിൽ അതുപോലെ എന്താ പറയുക, വെട്ടുകല്ല് നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ അധികം എല്ലാവരും വീട് വയ്ക്കുന്നത് വെട്ടുകല്ല് ഉപയോഗിച്ചിട്ടായിരിക്കും. എന്നാൽ വെട്ടുകല്ല് ഇല്ലാത്ത സ്ഥലങ്ങളിൽ സിമൻറ്റ് കട്ടകൾ ഉപയോഗിച്ചിട്ട്, ഇഷ്ടിക ഉപയോഗിച്ചിട്ട് ഒക്കെ വീട് വയ്ക്കുന്നവരുണ്ടല്ലേ. അത് ആ സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ്. അതുപോലെ പിന്നെയോ, നമ്മൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നമ്മൾ ഓല കൊണ്ട് വീട് വെച്ചിട്ട് കാര്യമില്ല അല്ലേ, മണ്ണ് കൊണ്ട് വീട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് കാലാവസ്ഥയ്ക്കും ലഭ്യതയ്ക്കും അനുസരിച്ചാണ് വീടുകൾ ഉണ്ടാക്കുന്നത്. അതിന് ഉതകുന്ന തരത്തിലുള്ള വസ്തുക്കളാണ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നതും. ഇനി അടുത്തത് എന്താണ്, എത്ര ജോലികൾ. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ജോലികളാണ് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അവ ഏതെല്ലാമാണെന്ന് എഴുതൂ. ഇവിടെ താഴെ 4 ജോലികൾ തന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് എഴുതാനാണ് പറയുന്നത്. ഏതാണ് ആദ്യത്തെ ചിത്രം, ആദ്യത്തെ ജോലി എന്താണ്, കൽപ്പണിയാണ് അല്ലേ. രണ്ടാമത്തേതോ മരപ്പണി. മൂന്നാമത്തേത് പെയിൻറ്റിങ്. നാലാമത്തേത് എന്താണ്, ഇലക്ട്രിക്കൽ വർക്കാണ് അല്ലേ. നമ്മുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വർക്കാണ് എന്ത്, ഇലക്ട്രിക്കൽ വർക്ക്. നിർമ്മാണത്തിലിരിക്കുന്ന ഒരു വീട് സന്ദർശിച്ച് വിവിധ ജോലികൾ ചെയ്യുന്നവരെ പരിചയപ്പെടൂ. ഇവിടെ നടക്കുന്ന ജോലികൾ എന്തൊക്കെയെന്ന് ചോദിച്ചു മനസ്സിലാക്കൂ. നമ്മുടെ തൊട്ടടുത്തൊക്കെ വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതരം ജോലി ചെയ്യുന്നവരെ കാണാൻ പറ്റും അല്ലേ. അവിടെ ചെന്ന് നോക്കിയിട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇനി എന്താണ് അടുത്തത്, പലതരം വീടുകൾ. നിരവധി ആളുകൾക്ക് താമസിക്കാവുന്നതും കുറേ നിലകളുള്ളതുമായ വലിയ കെട്ടിടങ്ങളാണ് ഫ്ലാറ്റുകൾ. നിങ്ങൾ ഫ്ലാറ്റുകൾ കണ്ടിട്ടില്ലേ, നമ്മുടെയൊക്കെ നാട്ടിൽ ഫ്ലാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എന്താണ് അതുകൊണ്ടുള്ള പ്രത്യേകത, എന്താണ്, അതിൽ നിരവധി ആളുകൾക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റും അല്ലേ. ഒരുപാട് നിലകളുണ്ടല്ലേ, നല്ല ഉയരത്തിലുള്ള ഒരു കെട്ടിടമാണ് എന്ത്, ഫ്ലാറ്റുകൾ. പലതരത്തിലുള്ള വീടുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവയിൽ ഗ്ലാസ് വീട്, തൂണുകളിൽ ഉയർത്തി കെട്ടിയ വീട്, ഇഗ്ലൂ, 3D പ്രിന്റഡ് വീട് എന്നിവ കണ്ടെത്തി എഴുതുക എന്നാണ് പറയുന്നത്. ഇതിലേതാണ് ഒന്നാമത്തെ ചിത്രം, ഏതാണ്, തൂണുകളിൽ ഉയർത്തി കെട്ടിയ വീടാണ് അല്ലേ. വെള്ളമൊക്കെ വരുമ്പോൾ വീട്ടിലെ ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാനൊക്കെ അത് സഹായിക്കൂല്ലേ. ഇനി രണ്ടാമത്തെ എന്താണ്, ഗ്ലാസ് വീടാണ് അല്ലേ. മൂന്നാമത്തേതോ ഇഗ്ലൂല്ലേ, മഞ്ഞ് പ്രദേശത്തുള്ള മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടിനെയാണ് എന്ത് നമ്മൾ പറയുക, ഇഗ്ലൂല്ലേ. നാലാമത്തെ വീട് എന്താണ്, 3D പ്രിന്റഡ് വീട് അല്ലേ. ഓരോ വീടിൻ്റെയും സവിശേഷതകൾ എന്തെല്ലാം. ആദ്യത്തെ വീടെന്താണ്, തൂണുകളിൽ ഉയർത്തി കെട്ടിയ വീടാണല്ലേ. അതിൻ്റെ സവിശേഷത എന്തായിരിക്കാം, വീടിനുള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ. അത് നമ്മുടെ നാട്ടിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ വെള്ളം പൊങ്ങൂല്ലേ, അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ അത് സഹായിക്കും. ഇനി രണ്ടാമത്തേതോ ഗ്ലാസ് വീടാണല്ലേ. ഗ്ലാസ് വീടിൽ എന്താണ്, ധാരാളം പ്രകൃതിദത്തമായിട്ടുള്ള വെളിച്ചം ലഭിക്കുന്നു നമുക്ക്. വീട്ടിനുള്ളിൽ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരില്ല അല്ലേ. പ്രകൃതിയിൽ നിന്നുള്ള വെളിച്ചം തന്നെ
വീടിൻ്റെ അകത്തേക്ക് കിട്ടും. അത് അതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇനി മൂന്നാമത്തെ ഇഗ്ലൂ വീടിൻ്റെ പ്രത്യേകത എന്താണ്, സവിശേഷത എന്താണ്? അത് മഞ്ഞിൽ നിന്നും സംരക്ഷിക്കുന്നു അല്ലേ. മഞ്ഞ് ഭയങ്കര കാറ്റടിക്കുമ്പോഴൊക്കെ മഞ്ഞും പറന്നു വരൂലേ, അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സഹായിക്കുന്നു. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ചൂട് നിലനിർത്തും അല്ലേ. പിന്നെയോ അടുത്തത് എന്താണ്? 3D പ്രിൻറ്റഡ് വീട് അല്ലേ. അതിൻ്റെ സവിശേഷത എന്താണ്? കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നു അല്ലേ. അതാണ് ആ വീടിൻ്റെ പ്രത്യേകത. ഓരോ പ്രദേശത്തെയും കാലാവസ്ഥ, സ്ഥലത്തിൻ്റെ പ്രത്യേകത, ലഭ്യമായ വിഭവങ്ങൾ, സുരക്ഷ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവയെല്ലാം പരിഗണിച്ചാണ് വീട് നിർമ്മിക്കേണ്ടത്. സാങ്കേതിക വിദ്യയിലുണ്ടായ വളർച്ച വീട് നിർമ്മാണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു വീട് നിർമ്മിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? വീടുണ്ടാക്കാം. നമുക്കൊരു വീടിൻ്റെ മാതൃക നിർമ്മിക്കാം. ഇതിനായി കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, പശ, കത്രിക, പേപ്പർ, ജലച്ചായം എന്നിവ ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഒരു വീട് നിർമ്മിക്കൂ. നിങ്ങളുടെ കൂട്ടുകാർ നിർമ്മിച്ച വീട് പോലെയാണോ നിങ്ങൾ നിർമ്മിച്ച വീട്? ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീടുണ്ടാക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർ നിർമ്മിച്ച വീടും നിങ്ങൾ നിർമ്മിച്ച വീടും ഒരുപോലെയാണോ എന്നുള്ളത് നോക്കുക. ഓക്കെ. അടുത്തത് എന്താണ്? ഒത്തൊരുമിച്ച്. നമ്മുടെ വീട്ടിൽ എന്തെല്ലാം ജോലികളാണുള്ളത്? ഏതെല്ലാം ചുമതലകൾ ആർക്കെല്ലാം ഏറ്റെടുക്കാം? വരച്ചു ചേർക്കും. ഇവിടെ താഴെ തന്നിട്ടുണ്ട് വീട്ടിലെ ഓരോ ജോലികൾ. അത് ആർക്കൊക്കെ ചെയ്യാം എന്നുള്ളത് വരച്ചു കൊടുക്കാനാണ് പറയുന്നത്. എന്തൊക്കെ ജോലികളാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ പാത്രങ്ങൾ കഴുകുന്നു ആരാണ്? അച്ഛനും പെൺകുട്ടിയാണല്ലേ ചെയ്യുന്നത്. പിന്നെ നിലം തുടയ്ക്കുന്നത് ആരൊക്കെയാണ്? അമ്മയും മോനും ആണല്ലേ ചെയ്യുന്നത്. ഇനി തുണികൾ ഇസ്തിരി ഇടുന്നു ആരൊക്കെയാണ് ചെയ്യുക? അച്ഛനും അമ്മയും ചെയ്യൂലേ. പിന്നെ പാഴ്വസ്തുക്കൾ തരംതിരിക്കുന്നു, അത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ജോലിയാണല്ലേ. ശുചിമുറി വൃത്തിയാക്കുന്നു. ശുചിമുറി വൃത്തിയാക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ നമുക്കും ചെയ്യാം അല്ലേ. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നു അച്ഛനും അമ്മയാണല്ലേ. പലചരക്ക് സാധനങ്ങൾ വാങ്ങുന്നു. നമ്മളെല്ലാവരും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ. അപ്പം നമുക്കത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ജോലിയാണ്. പാചകം ചെയ്യുന്നു അച്ഛനും അമ്മയും ഒക്കെ ചെയ്യില്ലേ. നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ജോലിയാണ്. എന്നാലും ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പാചകവാതക സിലിണ്ടർ മാറ്റി വാങ്ങുന്നു അച്ഛനും അമ്മയും അല്ലേ. കറണ്ട് ബില്ല് അടയ്ക്കുന്നു, അതും അച്ഛനും അമ്മയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പലതരം ജോലികളാണിത്. ഇത് ആർക്കൊക്കെ ചെയ്യാവുന്നതാണ് എന്നുള്ളത് നമുക്കിതിൽ വരച്ച് ചേർക്കാം. ഓക്കെ. നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. ഈ ജോലികളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് പറയുന്നത്. വീട്ടുജോലികൾ എല്ലാ അംഗങ്ങളും സഹകരിച്ച് ചെയ്യേണ്ടതല്ലേ? വീട്ടിലെ ഈ പറഞ്ഞ ജോലികളൊക്കെ നമ്മളെല്ലാവരും കൂടെ ചെയ്യേണ്ടതല്ലേ എന്നാണ്. അതേലേ, നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ അത് അമ്മയെ മാത്രം അല്ലെങ്കിൽ അച്ഛനെ മാത്രമായിട്ട് വെക്കേണ്ടതല്ല. നമ്മളെല്ലാവരും കൂടെ ചെയ്ത് വിജയിപ്പിക്കേണ്ട ഒരു ജോലിയാണല്ലേ നമ്മുടെ വീട്ടുജോലി എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്? പൊതുസ്ഥാപനങ്ങൾ. എന്താണ് ഇവിടെ? പൊള്ളുന്ന പനിയാണല്ലോ, എഴുന്നേൽക്കൂ, നമുക്ക് ആശുപത്രിയിൽ പോകാം. അമ്മ മോളോട് പറയുകയാണല്ലേ. ആശുപത്രി എന്ന സ്ഥാപനം നമുക്ക് നൽകുന്ന സേവനമാണ് രോഗി പരിചരണം. എന്താണ്? നമുക്ക് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ എവിടെയാണ് പോകുന്നത്? ആശുപത്രിയിലാണല്ലേ പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ഡോക്ടർ പരിശോധിച്ച് നമ്മളെ അസുഖം എന്താണെന്ന് കണ്ടെത്തി നമുക്കതിനുള്ള മരുന്നൊക്കെ തരൂലേ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആശുപത്രിയിൽ പോകുന്നത്. പൂർണ്ണമായോ ഭാഗികമായോ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും ജനങ്ങൾക്ക് സേവനം നൽകുന്നതുമായ സ്ഥാപനങ്ങളാണ് പൊതുസ്ഥാപനങ്ങൾ അല്ലേ. പൊതുസ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് സേവനം നൽകുന്ന സ്ഥാപനങ്ങളെയാണ് എന്ത് പറയുന്നത്? നമുക്ക് പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് സേവനം നൽകുന്ന മറ്റേതെല്ലാം പൊതുസ്ഥാപനങ്ങളുണ്ട്? എഴുതി ചേർക്കും. ഇവിടെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട് അല്ലേ, പൊതുസ്ഥാപനങ്ങൾ എന്ന് എഴുതിയിട്ട്. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്കൂള്, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ അല്ലേ. അതുപോലെ ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട്? ആശുപത്രി ഉണ്ട് അല്ലേ. പിന്നെയോ പഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, പിന്നെയോ റെയിൽവേ സ്റ്റേഷൻ, അതുപോലെയോ വില്ലേജ് ഓഫീസ്. ഇതൊക്കെ എന്താണ്? പൊതുസ്ഥാപനങ്ങളാണ് അല്ലേ. ഓരോ സ്ഥാപനത്തിൽ നിന്നും എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ഇവിടെ എന്താണ്? സ്കൂളിലെ സ്കൂൾ എന്താണ്? നമുക്ക് അറിവ് നൽകുന്നു അല്ലേ. അറിവ് നൽകുന്ന ഒരു സ്ഥലമാണ് എന്ത്? സ്കൂള്. ബാങ്ക് എന്താണ്? നമുക്ക് പൈസ കൊണ്ടുപോയി നിക്ഷേപിക്കാനും അതുപോലെ നമുക്ക് വായ്പ നൽകാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ബാങ്കാണ് അല്ലേ. പോലീസ് സ്റ്റേഷൻ എന്താണ്? ക്രമസമാധാനം നിലനിർത്താൻ അല്ലേ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ആരാണ്? പോലീസ് സ്റ്റേഷൻ. ഇനി പഞ്ചായത്ത് എന്താണ്? നമുക്ക് പലതരം സർട്ടിഫിക്കറ്റുകളൊക്കെ തരുന്നത് ആരാണ്? പഞ്ചായത്താണ് അല്ലേ.
പോസ്റ്റ് ഓഫീസ് എന്തിനാണ്? നമുക്ക് കത്ത് അതുപോലെ സാധനങ്ങൾ അയക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് നമ്മൾ പോസ്റ്റ് ഓഫീസ് ഉപയോഗിക്കുന്നു. അടുത്ത എന്താണ്? റെയിൽവേ സ്റ്റേഷൻ അല്ലേ? റെയിൽവേ സ്റ്റേഷൻ എന്തിനൊക്കെയാണ്? നമ്മൾ നമ്മുടെ തീവണ്ടിയിലെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്? റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ വില്ലേജ് ഓഫീസ് എന്താണ്? വില്ലേജ് ഓഫീസ് നമ്മൾ കരങ്ങളൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ടില്ലേ, നമ്മൾ കരങ്ങളൊക്കെ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതുസ്ഥാപനമാണ് എന്ത്? വില്ലേജ് ഓഫീസ്. ഇനി ആശുപത്രിയോ? നമുക്ക് അസുഖം വന്നാൽ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത്? ആശുപത്രിയെ ഉപയോഗിക്കുന്നത് അല്ലേ? അടുത്ത എന്താണ്? വിദ്യാലയത്തിനടുത്തുള്ള ഒരു പൊതുസ്ഥാപനം സന്ദർശിക്കൂ. അവിടുത്തെ സേവനങ്ങൾ മനസ്സിലാക്കുന്നതിനായി കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് ചോദ്യാവലി തയ്യാറാക്കി വേണം സന്ദർശനം നടത്താൻ. എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്തുള്ള, നമ്മളിപ്പോൾ മുകളിൽ പറഞ്ഞില്ലേ, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കുറച്ച് പൊതുസ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യണം? അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ എന്താണ് അവിടുത്തെ സേവനങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളവിടെ പോകുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? കുറച്ച് ചോദ്യാവലിയുമായിട്ട് ചെല്ലണം അല്ലേ? എങ്കിൽ മാത്രമേ അവിടുത്തെ സേവനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? അത് അങ്ങനത്തെ ചോദ്യാവലി തയ്യാറാക്കി വേണം സന്ദർശനം നടത്താൻ. ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ടാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അടുത്തത് എന്താണ്? വീടില്ലാത്തവർ, വീട് നഷ്ടപ്പെട്ടവർ. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 228 കുടുംബങ്ങൾക്ക് പുതിയ വീടുകൾ സമ്മാനിക്കും. ഒരു വാർത്തയാണല്ലേ അത്. വീടില്ലാത്തവർക്ക് പ്രതീക്ഷയായി സർക്കാരിൻ്റെ പുതിയ പദ്ധതി. നിങ്ങൾ വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ പ്രളയമൊക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വീട് നഷ്ടപ്പെടുന്നുണ്ടല്ലേ? ഇപ്പം നമ്മുടെ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വീടൊക്കെ നഷ്ടപ്പെട്ടില്ലേ? അവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ടല്ലേ? അതേക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വീട് വെക്കാനായിട്ട് നമ്മളൊക്കെ പലതരത്തിലുള്ള സംഘടനകളും കൂട്ടായ്മകളൊക്കെ കൂടി അവർക്ക് വീട് വെച്ച് നൽകാറുണ്ടല്ലേ? പൈസയൊക്കെ കൊടുത്തിട്ട്. വീടില്ലാത്തവർക്ക് പ്രതീക്ഷയായി സർക്കാരിൻ്റെ പുതിയ പദ്ധതി. എല്ലാവർക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി വിവിധ സർക്കാർ പദ്ധതികളും സമൂഹ കൂട്ടായ്മകളും പ്രവർത്തിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയാണ് എന്ത്? വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വീടുണ്ടാവുന്നത് അല്ലേ? എന്താണ്? വിലയിരുത്താം അല്ലേ? നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? വീട് പണിയുമായി ബന്ധപ്പെട്ട പ്രധാന ജോലികൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ സാമഗ്രികൾ കണ്ടെത്തി എഴുതൂ. ജോലിയെ അതുപോലെ ആവശ്യമായ സാമഗ്രികൾ എന്നുള്ള ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആദ്യത്തെ എന്താണ്? തറകെട്ടലില്ലേ? തറകെട്ടലിന് എന്തൊക്കെ സാധനങ്ങൾ വേണം? സിമൻറ്റ്, മണൽ, കല്ല്, കമ്പികൾ, മരക്കഷ്ണം, വെള്ളം. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത്? നമ്മൾ തറ കെട്ടിപ്പടുക്കുന്നതില്ലേ? രണ്ടാമത്തെ എന്താണ്? മരപ്പണി. മരപ്പണിക്ക് എന്തൊക്കെ വേണം? മരം വേണം, അതുപോലെ ചുറ്റിക, ഉളി വേണം, ആണി വേണം. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മരപ്പണി എടുക്കുന്നതില്ലേ? ഇനി ഭിത്തി നിർമ്മാണം. ഭിത്തി നിർമ്മാണത്തിന് എന്തൊക്കെയാണ്? സിമൻറ്റ്, കല്ല്, മണൽ, ഇഷ്ടിക, വെള്ളം, അതുപോലെ മരത്തടിയില്ലേ? പിന്നെ നാലാമത്തെ എന്താണ്? തേപ്പ് പണി അല്ലേ? സിമൻറ്റ്, വെള്ളം, മണൽ, ചട്ടകം, അതുപോലെ നമ്മൾ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ ഒക്കെ ചട്ടകം ഉണ്ടാവും. അതുപോലെ മരത്തിൻ്റെ ഒക്കെ ഓരോ ഇവർ അളവ് നോക്കുന്ന ഓരോ സാധനങ്ങളുണ്ടല്ലേ? ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? വിവിധ ജീവികളുടെ കൂടുകൾ നിരീക്ഷിച്ച് കൂടുണ്ടാക്കുന്നതിലെയും ഉപയോഗിക്കുന്നതിലെയും സവിശേഷതകൾ കണ്ടെത്തി എഴുതൂ. പട്ടിക ഉചിതമായി പൂർത്തിയാക്കൂ. എന്താണ്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്നവ അല്ലേ? പിന്നെ എന്താണ്? കൂടുണ്ടാക്കി താമസിക്കുന്നവ, മറ്റ് ജീവികളുടെ കൂടുകളെ ആശ്രയിക്കുന്നവ. ഓരോ തരത്തിലുള്ള ജീവികൾ എങ്ങനെയാണ്? മണ്ണിൽ, മരത്തിൽ, അതുപോലെ എന്താണ് പൊത്തുകളിലൊക്കെ കൂടുണ്ടാക്കുന്ന ജീവികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? അവരെ രീതിക്കനുസരിച്ചാണ് അല്ലേ? അവർക്ക് കൂടിൻ്റെ ഉറപ്പിനനുസരിച്ച് ഒരുപാട് കാലം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിന് അങ്ങനെ ഓരോ രീതിയിൽ അവർക്ക് ഉചിതമായ രീതിയിലാണ് അവർ ഓരോ കൂടുകൾ നിർമ്മിക്കുന്നത് അല്ലേ? ഇനി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? കാക്ക, തത്ത, പ്രാവ്, അണ്ണാൻ, തവള, തൂക്കണാങ്കുരുവി. ഇതൊക്കെ എന്താണ്? മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രം കൂടുണ്ടാക്കുന്ന ജീവികളാണ്. ഇനി അടുത്തതോ? കൂടുണ്ടാക്കി താമസിക്കുന്നവ അല്ലേ? അതിൽ ഫസ്റ്റ് എന്താണ്? മനുഷ്യനാണല്ലേ? നമ്മൾ മനുഷ്യനല്ലേ കൂടുണ്ടാക്കി നമ്മളതിൽ താമസിക്കും. പിന്നെ ഉറുമ്പ്, തേനീച്ച, എലി, കടന്നൽ, പിന്നെ ചിതൽ, ഇവയൊക്കെ എന്താണ്? കൂടുണ്ടാക്കി താമസിക്കുന്നവരാണല്ലേ? മറ്റ് ജീവികളുടെ കൂടുകളെ ആശ്രയിക്കുന്നവർ ആരൊക്കെയാണ്? കീരി, മുയൽ,
മൂങ്ങ, കുയിൽ എന്നിവരൊക്കെ എന്താണ് മറ്റ് ജീവികളുടെ കൂടുകളെ ആശ്രയിക്കുന്ന ജീവികളാണ്. മൂന്നാമത്തെ വർക്ക് എന്താണ്? നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കൂ. മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു. അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങുന്നു. അമ്മ മുത്തശ്ശനെ കണ്ണു പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. മുത്തശ്ശി പെൻഷൻ വാങ്ങുന്നു. വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, സന്ദർഭങ്ങൾ. ഏതൊക്കെ പൊതുസ്ഥാപനങ്ങളുടെ സേവനങ്ങളാവും മീരയ്ക്കും വീട്ടുകാർക്കും ലഭിച്ചിട്ടുണ്ടാകുക? എഴുതി ചേർക്കൂ. ഇവിടെ മുകളിൽ തന്ന ഈ സന്ദർഭങ്ങൾ ഏതൊക്കെ പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച സേവനങ്ങളാണ് എന്നുള്ളത് നമ്മളിവിടെ താഴെ പട്ടികയിൽ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ആദ്യത്തേത് എന്താണ്? മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു. എന്താണ്? സ്കൂളാണല്ലേ, പൊതുസ്ഥാപനം സ്കൂള്. എന്നിട്ട് സേവനം എന്താണ്? മീരയും കൂട്ടുകാരും ടീച്ചർക്കൊപ്പം കളിച്ചു പഠിക്കുന്നു എന്ന് എഴുതി കൊടുക്കുക. പിന്നെയോ അച്ഛൻ അരിയും ഗോതമ്പും മണ്ണെണ്ണയും വാങ്ങുന്നു. എവിടെയാണ്? റേഷൻ കടയാണല്ലേ. ഇനി അടുത്ത സന്ദർഭം എന്താണ്? അമ്മ മുത്തശ്ശനെ കണ്ണ് പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നു. പൊതുസ്ഥാപനം ഏതാണ്? ആശുപത്രിയാണ് അല്ലേ. ഇനി അടുത്തത് മുത്തശ്ശി പെൻഷൻ വാങ്ങുന്നു. പൊതുസ്ഥാപനം ഏതാണ്? ബാങ്കാണ് അല്ലേ. ബാങ്കിൽ നിന്നാണ് നമ്മൾ പെൻഷൻ വാങ്ങിക്കുന്നത്. ഇനിയോ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുപോകുന്നു. ആരാണ്? പഞ്ചായത്തുകാരാണ് അല്ലേ അത് കൊണ്ടുപോകുന്നത്. ഹരിതകർമ്മസേന പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സേവനം എന്താണ്? പഞ്ചായത്ത് വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകുന്നു. ഇനി അടുത്ത എന്താണ്? തുടർ പ്രവർത്തനങ്ങൾ. ഒന്നെന്താണ്? ചിത്രത്തിലെ പക്ഷികളുടെയും തേനീച്ചകളുടെയും കൂടുകൾ ഒരുപോലെയാണോ? വലിയ കൂട്ടങ്ങളായി താമസിക്കുന്നതും അല്ലാത്തതുമായ ജീവികളെ കണ്ടെത്തി തരം തിരിച്ചെഴുതൂ. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. ചിത്രത്തിൽ എന്താ പറയുന്നത്? ഞാൻ മുട്ടയിടാൻ കൂടൊരുക്കുന്നത് ഈ മരപ്പൊത്തിലാണ് അല്ലേ. കിളി പറയുകയാണ് അല്ലേ. അതുപോലെ തേനീച്ച എന്താ പറയുന്നത്? ഞങ്ങൾ കൂട്ടമായാണ് താമസിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ കൂട്. തേനീച്ച പറഞ്ഞു അല്ലേ. അവരുടെ കൂടും പക്ഷിയുടെ കൂടും തേനീച്ചയുടെ കൂടും നിങ്ങൾ ചിത്രത്തിൽ കണ്ടില്ലേ. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? കൂട്ടമായി താമസിക്കുന്നവ, അല്ലാത്തവ അല്ലേ. കൂട്ടമായി താമസിക്കുന്നത് ആരൊക്കെയാണ്? ആന, അതുപോലെ ചിതല്, തേനീച്ച, ഉറുമ്പ്, താറാവ്, മാൻ, അതുപോലെ മീൻ, ആടുകൾ, ഒട്ടകം, സിംഹം, നായ, പിന്നെന്താണ്? കടന്നല്, പിന്നെ ജിറാഫ്, കുറുക്കൻ, കുരങ്ങൻ, ഇവരൊക്കെ എന്താണ്? കൂട്ടമായിട്ട് താമസിക്കുന്നവരാണല്ലേ. ഇനി അല്ലാത്തവ, കൂട്ടത്തിലല്ല, ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാരൊക്കെയാണ്? പരുന്ത്, എട്ടുകാലി, പാമ്പ്, ആമ, കടുവ, വണ്ട്, പല്ലി, പുൽച്ചാടി, മരം കൊത്തി, ഇവയൊക്കെ എന്താണ്? കൂട്ടത്തിലല്ലാതെ താമസിക്കുന്നവരാണല്ലേ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? നിങ്ങൾ ചിലന്തി വലകൾ കണ്ടിട്ടില്ലേ? ചിത്രത്തിലെ വലകളിലെ വ്യത്യാസങ്ങൾ നോക്കൂ. നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിക്കൂ. ഓരോ തരം ചിലന്തി വലകളുടെയും പ്രത്യേകതകൾ രേഖപ്പെടുത്തൂ. ഇവിടെ താഴെ ചിത്രത്തിൽ എന്താണ്? 4 തരം ചിലന്തി വലകൾ തന്നിട്ടുണ്ടല്ലേ. ആദ്യത്തെ എന്താണ്? പരന്ന രൂപത്തിലുള്ള ഒരു ചിലന്തി വലയാണല്ലേ. അതിൻ്റെ അടിയിലാണ് ചിലന്തി ഇരിക്കുക. അപ്പോൾ ഈ ചിലന്തി വലയുടെ മുകളിൽ എന്താണ്? പ്രാണികളൊക്കെ വന്നിരിക്കുമ്പോൾ ഇവർ ചിലന്തിയെ കാണില്ലല്ലേ. ചിലന്തി അതിൻ്റെ അടിയിലായതുകൊണ്ട് പെട്ടെന്ന് പ്രാണികളെ പിടിക്കുന്നതിനത് സഹായിക്കും. ഇത് കാടുകളിലൊക്കെയാണല്ലേ ഉണ്ടാവുക. തണുത്ത പ്രദേശങ്ങളിൽ കാടുകളിലൊക്കെയാണ് ഇങ്ങനത്തെ ചിലന്തി വലകൾ ഉണ്ടാവുക. ഈ രണ്ടാമത്തെ എന്താണോ? വൃത്താകൃതിയിലുള്ള അല്ലേ. നമ്മുടെ പൂന്തോട്ടത്തിലും മുറ്റത്തും പറമ്പിലൊക്കെ ഇത്തരത്തിലുള്ള ചിലന്തി വലകൾ അല്ലേ. ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ. എന്തിനാണ് ഇവർ എന്താ പറയുക, ഇതിൻ്റെ ഈ വൃത്താകൃതിയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രാണി അകപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് പിടിക്കാനായിട്ട് സഹായിക്കും. അതിൽ നിന്നും ആ പ്രാണിക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു കെണി ഒരുക്കിയതാണല്ലേ, കെണി നെയ്തതാണ് ഈ ചിലന്തി വല. പിന്നെന്താണ്? മൂന്നാമത്തെ എന്താണ്? ഒരുപാട് ദൂരത്തിൽ നീളത്തിൽ കിടക്കുന്നുണ്ടല്ലേ. അത് എന്താ ചോദിച്ചാൽ അതിൻ്റെ ഒരു ഭാഗത്ത് ചിലന്തി ഇരിക്കുന്നുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രാണി അകപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാർ ചിലന്തി. ഇനി നാലാമത്തെ എന്താണ്? ഉള്ളിലേക്കൊരു ദ്വാരം പോലെ, കുഴി പോലെ ഉണ്ടല്ലേ. എന്താ ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിലാണ് എട്ടുകാലി ഇരിക്കുക. പുറം ഭാഗത്ത് പ്രാണികൾ വന്ന് വീണ് കഴിഞ്ഞാൽ ആ എട്ടുകാലിക്ക് പെട്ടെന്ന് ചെന്ന് ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും കഴിയും.
അങ്ങനെ ഉള്ള 4 തരത്തിലുള്ള ചിലന്തി വലകളാണ് ഇതൊക്കെ. എന്താണ്, ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പല രൂപത്തിൽ എട്ടുകാലി അഥവാ ചിലന്തി ഈ വലകൾ നെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 8ാമത്തെ അധ്യായമായിട്ടുള്ള വീടും കൂടലും നമുക്ക് പഠിക്കാനുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ നമ്മൾ പഠിച്ചത്. എന്തൊക്കെയാണ് വീടുകൾ, പലതരം വീടുകൾ, അതുപോലെ പലതരം പക്ഷികളുടെയും ജീവികളുടെയും കൂടുകളും അവയ്ക്ക് വേണ്ട വീടുകളും കൂടുകളും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.